ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ ബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ അല്ല സ്റ്റോറി തെറാപ്പിയുടെ ദിവസമാണ്. കഥയിലുമുണ്ടൊരു കാര്യം. ഇന്നതിൻ്റെ 131 സെഷനാണ്. ജോഷ് സാറിലൂടെ മനോഹരമായ ഒരു കഥ കേൾക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോഷ് സാർ യുവർ വെൽക്കം. എല്ലാവർക്കും സായാഹ്ന നമസ്കാരം. നല്ലൊരു ദിവസം ഇന്ന് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയുള്ള സമയവും ഏറെ അനുഗ്രഹീതമാകട്ടെ. അതിലേക്ക് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കഥ കൂടി കേട്ടിട്ട് നമുക്കെല്ലാവർക്കും ഇന്ന് ഉറങ്ങാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ കഥ അവതരിപ്പിക്കാൻ വരുന്നത്. ഒന്നും വേർപെടുത്താൻ കഴിയില്ല എന്നാണ് ഈ കഥയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഇന്നത്തെ കഥയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആ പ്രത്യേകത അവസാനം തിരിച്ചറിയുക. തന്റെ കിടപ്പുമുറിയിലെ ജനാലയിലൂടെ മഞ്ഞിൽ കളിക്കുന്ന കൂട്ടുകാരായ കുട്ടികളെ റെബേക്ക അസൂയയോടെ നോക്കി. അവരോടൊപ്പം കളിക്കാൻ അവൾ എത്രമാത്രം കൊതിച്ചിരുന്നു. റെബേക്ക, അന്ന് രാവിലെ അച്ഛൻ പറഞ്ഞത് അവൾ ഇപ്പോൾ ഓർത്തു. ഇന്ന് നിനക്ക് മഞ്ഞിൽ കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ പോകേണ്ട. എന്തുകൊണ്ട് അച്ഛ? റെബേക്ക ചോദിച്ചു. എല്ലാ ദിവസവും അയൽപ്പക്കത്തെ കുട്ടികൾ റെബേക്കയുടെ വീടിന് പിന്നിലുള്ള ഒരു പാർക്കിൽ ഒത്തുകൂടുമായിരുന്നു. എന്നെ വിശ്വസിക്കൂ റെബേക്ക, ഇന്ന് നിനക്ക് ഏറ്റവും നല്ലത് അതല്ല, അവളുടെ അച്ഛൻ മറുപടി പറഞ്ഞു. ആ സമയത്ത് റെബേക്ക തന്റെ പിതാവിന്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് മറുപടി നൽകി. ഞാൻ അകത്തു തന്നെ ഇരുന്ന് വായിക്കാം. എന്നാൽ ഇപ്പോൾ അവൾക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നു. പുറത്ത് അന്തരീക്ഷം മനോഹരമാണ്. അവൾ സ്വയം ചിന്തിച്ചു, അത് സത്യമാണ്. സൂര്യൻ ഉജ്ജ്വലമായി പ്രകാശിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവളുടെ പിതാവ് അവളെ കളിക്കാൻ വിടാതിരുന്നത്? എന്തിനാണ് ഞാൻ ഈ ആനന്ദം നഷ്ടപ്പെടുത്തുന്നത്? അവൾ ചിന്തിച്ചു. ജനാലയ്ക്ക് പുറത്ത് ഒരു മഞ്ഞുപാളി പൊട്ടിത്തെറിച്ചപ്പോൾ റെബേക്കയ്ക്ക് ഇനി സഹിക്കാൻ കഴിയില്ലെന്ന് തോന്നി. അവൾ മറ്റുള്ളവരോടൊപ്പം പോയി. തന്റെ പുസ്തകം മേശപ്പുറത്ത് വെച്ചിട്ട് റെബേക്ക പുറത്തേക്ക് ഓടി. താൻ നന്നായി സമയം ചെലവഴിക്കുന്നുണ്ടെന്ന് അവൾ സ്വയം പറയാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴെല്ലാം അവളുടെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. തന്റെ ഡാഡി തന്നെ കാണുമോ എന്ന ഭയത്താൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം റെബേക്ക കൂട്ടുകാരോട് വിട പറഞ്ഞ് വീട്ടിലേക്ക് തിരിഞ്ഞു. തന്റെ പിതാവ് വീട്ടിൽ വരുന്നതിന് മുമ്പ് സുരക്ഷിതമായി തന്റെ മുറിയിൽ പ്രവേശിക്കാൻ അവൾ ആഗ്രഹിച്ചു. എത്രയും വേഗം തന്റെ മുറിയിലെത്താൻ ആഗ്രഹിച്ച റെബേക്ക പടിക്കെട്ടിൽ ആരോ ഉപേക്ഷിച്ചു പോയ ഏതോ ഒരു വസ്തു കണ്ടില്ല.
അവളുടെ കാൽ അതിൽ തട്ടി വഴുതി വീണു. അടുത്തതായി അവൾ അറിഞ്ഞത് അവൾ സ്റ്റെയറിന്റെ പല പടികളിൽ വീണു എന്ന. വീഴുമ്പോൾ തന്റെ പിതാവിനേറെ പ്രിയപ്പെട്ട ഒരു ചിത്രം, ഫോട്ടോ അതിൽ തട്ടിയതായി അവൾ ശ്രദ്ധിച്ചു. ആ ചിത്രത്തിന്റെ ഫ്രെയിം പൊട്ടി റെബേക്കയുടെ നെറ്റിത്തടത്തിൽ ഒരു വലിയ മുറിവുണ്ടായി. സാധാരണയായി അത്തരമൊരു വീഴ്ചയ്ക്ക് ശേഷം റെബേക്ക ഉടൻ തന്നെ തന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകുമായിരുന്നു. കാരണം ഏതവസ്ഥയിലും അയാൾക്ക് അവളെ സുഖപ്പെടുത്താനും രക്ഷിക്കാനും കഴിയും. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. അവളിപ്പോൾ എങ്ങനെ പിതാവിനെ നേരിടും? അതിനെങ്ങനെ കഴിയും? അവൾ അവനെ അനുസരിക്കാതെ പുറത്തുപോയി. കാല് തട്ടി വീണപ്പോൾ അവന് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം നശിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നശിപ്പിക്കുകയും ചെയ്തു. കരയാതിരിക്കാൻ ചുണ്ടുകൾ കടിച്ചുകൊണ്ട് റെബേക്ക തകർന്ന ചിത്രം എടുത്ത് തന്റെ സ്വന്തം മുറിയിലേക്ക് പോയി. ദിവസത്തിന്റെ ശേഷിച്ച സമയം മുഴുവൻ അവൾ വേദനയോടെ കിടന്നു. വീണപ്പോൾ ഏറ്റ മുറിവുകൾ കാരണം അവളുടെ ശരീരം വേദനിച്ചു. പക്ഷേ അവളുടെ ഹൃദയം അതിലും മോശമായിരുന്നു. എന്തെന്നാൽ അച്ഛൻ ഇനി തന്നെ സ്നേഹിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ മുമ്പ് പലപ്പോഴും ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത് കുഴപ്പത്തിലായിരുന്നു. പക്ഷേ ഇത്തവണ അവൾ വളരെ ദൂരം അകന്നു പോയിരിക്കുന്നു എന്ന് സ്വയം പരിതപിക്കാൻ തുടങ്ങി. അവൻ ഒരിക്കലും അവളോട് സംസാരിക്കാൻ ആഗ്രഹിക്കില്ലായിരിക്കാം. അച്ഛൻ ഈ അവസ്ഥയിൽ എന്നെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? അവൾ ചിന്തിച്ചു. അവൾ തലയിണയിൽ മുഖമമർത്തി അനിയന്ത്രിതമായി കരഞ്ഞു. അവൾ ദിവസത്തിൽ പലപ്പോഴും അവളുടെ അച്ഛന്റെ അടുത്തായിരുന്നു. അവർ ഒരുമിച്ച് കളിച്ചും പഠിച്ചും രസിച്ചും ഇരിക്കുമായിരുന്നു. അവർ ഒരുമിച്ച് ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആ അത്ഭുതകരമായ സമയങ്ങളെല്ലാം കഴിഞ്ഞുവെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. റെബേക്കയുടെ ആയ വന്ന് ആ സമയത്ത് അവളെ നോക്കാൻ പറ്റിയില്ലായിരുന്നുവെങ്കിൽ അവൾ എത്ര നേരം അങ്ങനെ കിടക്കുമായിരുന്നുവെന്ന് ആർക്കറിയാം. എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് കൃത്യമായി കണ്ടെത്താനും ഉറച്ചതും ബുദ്ധിപരവുമായ ഉപദേശം നൽകാനും റെബേക്കയുടെ ആയയ്ക്ക് എപ്പോഴും ഒരു വഴിയുണ്ടായിരുന്നു. പതിവ് പോലെ ഇന്നു രാത്രിയും അപവാദമായിരുന്നില്ല. റെബേക്ക, മോളെ, അവൾ തട്ടി വിളിച്ചുകൊണ്ട് എന്നാൽ സൗമ്യമായി പറഞ്ഞു, നീ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പക്ഷെ നീ ഇവിടെ ഇരുന്നു കൊണ്ട് നിന്റെ തെറ്റിൽ തുടരരുത്. കയ്യിൽ പൊട്ടിയ ചിത്രവുമായി നിന്റെ വാത്സല്യമുള്ള പിതാവിന്റെ അടുത്ത് ചെന്ന് എല്ലാം ഏറ്റു പറയണം. ഓ, പക്ഷേ എനിക്ക് കഴിയില്ല. ഞാൻ അച്ഛന്റെ സ്നേഹത്തിന് അർഹയല്ല.
റെബേക്ക കരഞ്ഞു പറഞ്ഞു. അവളുടെ ആയ ക്ഷമയോടെ നെടുവീർപ്പെട്ടു. ഇന്നത്തേക്കാൾ ഇന്നലെ നിനക്ക് അതിനർഹതയില്ലായിരുന്നു. കുഞ്ഞെ, നിന്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്നത് നീ ചെയ്യുന്നതോ ചെയ്യാത്തതോ ആയ എന്തെങ്കിലും കൊണ്ടല്ല, നീ അവന്റെ മകളായതുകൊണ്ടാണ്. നീ ചെറുപ്പം മുതൽ എല്ലാ ദിവസവും അദ്ദേഹം നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിന്റെ വാക്ക് നിനക്ക് സംശയമുണ്ടോ? അവന്റെ സ്നേഹം നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നാണോ നീ ശരിക്കും കരുതുന്നത്? അവന്റെ വാക്കിൽ ഒരു പക്ഷേ നിനക്ക് സംശയം തോന്നാം. റെബേക്ക മുമ്പൊരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരാശയമായിരുന്നു അത്. തീർച്ചയായും ഞാനിപ്പോൾ തന്നെ എന്റെ ഡാഡിയെ കാണാൻ പോകണം. അതെ, ഞാൻ എളിമയോടെ കാണാൻ പോകണം. അവൾ തന്റെ മനസ്സിനോട് പറഞ്ഞു. അവളത് മനസ്സിൽ ഉറപ്പിച്ചു. കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരിക്കലും മനസ്സമാധാനം ലഭിക്കില്ല. അങ്ങനെ ഭയത്താൽ വിറച്ചും അറച്ചും റെബേക്ക പതുങ്ങി പതുങ്ങി ഹാളിലൂടെ സ്വീകരണ മുറിയിലേക്ക് നടന്നു. അവൾ ആ സ്നേഹമയിയായ പിതാവിന്റെ വാതിൽക്കൽ നിന്നു. അവളുടെ പിതാവ് എല്ലാ രാത്രിയും ചെയ്യുന്നത് പോലെ തന്റെ പ്രിയപ്പെട്ട കസേരയിൽ ഇരിക്കുകയായിരുന്നു. അവൾ അകത്തേക്ക് മെല്ലെ കയറിയപ്പോൾ അയാൾ തല ഉയർത്തി നോക്കി. സ്നേഹം നിറഞ്ഞ ഒരു പുഞ്ചിരി അവന്റെ മുഖത്ത് പ്രകാശിച്ചു. ആ, നീ വന്നല്ലോ. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് എന്റെ മടിയിലിരിക്കൂ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൈകൾ വിശാലമായി വിടർത്തി അവളെ ചേർത്ത് പിടിച്ചു. റെബേക്കയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ഓ ഡാഡി, ഞാൻ വലിയ അനുസരണക്കേട് കാട്ടി. ഡാഡി, അങ്ങേക്ക് ഇനി എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ഞാൻ വളരെ ദുഷ്ടയാണ്. റെബേക്ക അദ്ദേഹത്തിന് കാണാൻ വേണ്ടി പൊട്ടിയ ആ ഫോട്ടോ ഫ്രെയിം ഉയർത്തിപ്പിടിച്ചു. എനിക്കറിയാം റെബേക്ക, നീ വിചാരിക്കുന്നതിലും കൂടുതൽ. നീ കുട്ടികളോടൊപ്പം മഞ്ഞിൽ കളിക്കുവാൻ പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. നീ വീഴുന്നതും എനിക്കേറെ പ്രിയപ്പെട്ട നിന്റെ അമ്മയുടെ ഫോട്ടോ ഫ്രെയിമിൽ ഇടിക്കുന്നതും ഞാൻ കണ്ടു. ഞാൻ എല്ലാം കണ്ടു. എന്ത്? റെബേക്ക അത്ഭുതപ്പെട്ടു. ഡാഡി ജോലി സ്ഥലത്തായിരുന്നില്ലേ? അവളുടെ പിതാവ് നിഷേധ അർത്ഥത്തിൽ തലയാട്ടി. എന്നിട്ട് തുടർന്നു. നിന്നോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് അവധിയെടുത്തത്. അതുകൊണ്ടാണ് നിന്നോട് കളിക്കാൻ പുറത്ത് പോകരുതെന്ന് ഞാൻ രാവിലെ പറഞ്ഞത്. നീ വീഴുന്നത് കണ്ടപ്പോൾ മുതൽ നിന്റെ മുറിവുകൾ കെട്ടാനും നിന്നെ സഹായിക്കാനും നീ എന്റെ അടുത്തേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നീ ഇപ്പോൾ വന്നല്ലോ.
അത് മതി. റബേക്കയ്ക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ഡാഡി ഉച്ച കഴിഞ്ഞ് അവളോടൊപ്പം സമയം ചെലവഴിക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവളത് അവിവേകത്താൽ നഷ്ടപ്പെടുത്തി. ഓ, എന്തൊരു മണ്ടത്തരമാണ് ഞാൻ കാട്ടിയത്! എന്നിട്ടും എന്റെ ഡാഡി എല്ലാം അറിഞ്ഞ് ക്ഷമിക്കുന്നു. എന്തൊരു സ്നേഹമാണ് എന്റെ ഡാഡിക്ക്! ഡാഡി, ഇപ്പോൾ അങ്ങേക്ക് എന്നെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. റബേക്കയുടെ പിതാവ് ഒരിക്കലും മറക്കാത്ത ഒരു പുഞ്ചിരിയോടെ അവളെ ആശ്ലേഷിച്ചു. റബേക്ക, മോളെ, നീ ജനിക്കുന്നതിന് മുമ്പ് ഞാനും അമ്മയും നിന്നെ സ്നേഹിച്ചിരുന്നു. നീ എന്റെ മകളാണ്. ഞാൻ എപ്പോഴും നിന്നെ സ്നേഹിക്കും. ചിലപ്പോൾ നിന്റെ പ്രവർത്തികൾ നിനക്ക് ഒഴിവാക്കാമായിരുന്നെങ്കിലും അതിൽ പലതും പ്രത്യാഘാതങ്ങൾക്ക് കാരണമായെങ്കിലും എന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപെടുത്താൻ ഒന്നിനും കഴിയില്ല. ഇപ്പോൾ നീ വന്ന് ആ മുറിവുകളിൽ ശുശ്രൂഷിക്കുവാൻ എന്നെ അനുവദിക്കില്ലേ? മോളെ, അതാണ് നിന്റെ ഈ അപ്പന്റെ സ്നേഹം. കഥ ഇവിടെ അവസാനിക്കുന്നു. ഇതിനൊരു അവലംബമുണ്ട്, ഞാൻ അതുകൂടെ ഇതിനോടൊപ്പം പറയുകയാണ്. ഇത് ബൈബിൾ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു കഥയാണ്. ബൈബിളിലെ കഥയല്ല. ഇതിൻ്റെ അകത്ത് ഒരു മെസ്സേജ് ആ തരത്തിലുള്ളതാണ്. അതിതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 35 മുതൽ 37 വരെ വാക്യങ്ങളാണ്. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും അതുകൂടി മനസ്സിലാക്കുമ്പോൾ ഈ കഥയുടെ ഇതിവൃത്തം പിടികിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ ക്ഷാമമോ നഗ്നതയോ ആപത്തോ വാളോ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ തെറ്റുകൾ നിമിത്തം ഞങ്ങൾ ദിവസം മുഴുവൻ കൊല്ലപ്പെടുന്നു. അറുക്കപ്പെടാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇതിലൊക്കെയും നമ്മെ സ്നേഹിച്ചവൻ മൂലം നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. തിച്ചുള സിംഹക്കുഴി ഒട്ടക്കിണറീർച്ചവാളോ മരണമോ വന്നിടട്ടെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. റിബേക്ക എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ മനോഹരമായ ഒരു കഥയാണ്. ഇതിൻ്റെ ആശയവും വളരെ കൃത്യമായിട്ട് സാർ അത് പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ ദൈവം അത്രമാത്രം പവർഫുള്ളാണ്. നമ്മുടെ മാതാപിതാക്കളും അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മക്കൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വിഷനുണ്ട്, പക്ഷെ പലപ്പോഴും അതിനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പഠിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
ഓക്കെ, അപ്പോൾ നമുക്ക് കഥയുടെ ഉം, കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ മനോജ് സാർ തുടങ്ങും. ജോഷി സാർ ഇന്ന് അവതരിപ്പിച്ച ഈ കഥ ശരിക്കും കേട്ടിരിക്കാൻ വളരെ കൗതുകമായിരുന്നു. തുടക്കത്തിൽ തന്നെ റെബേക്കയുടെ കഥ സാർ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു അവസാനത്തെ ഭാഗത്തിലേക്കായിരുന്നു എൻ്റെ നോട്ടം. ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് അവസാനിക്കുക എന്നുള്ളത്. ഞാൻ വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എനിക്കെൻ്റെ പശ്ചാത്തലം ശരിക്കും ഒരുപക്ഷെ അറിയാത്തതുകൊണ്ടായിരിക്കാം. സാർ അവസാനം അത് പശ്ചാത്തലം കൂടി കൂട്ടിച്ചേർത്തപ്പോൾ കഥ വളരെ മനോഹരമായി. എനിക്ക് ഓർമ്മ വന്നത് സാറിപ്പം ഈ ആ, ഈ കഥയുടെ അവസാന ഭാഗത്ത് രണ്ടു വരി പാട്ടുകൂടെ പാടിയപ്പോൾ പലപ്പോഴും ഈ സാംബശിവന്റെ കഥാപ്രസംഗം കേൾക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് ഇതുപോലുള്ള കഥകളായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിമനോഹരമായി കഥ അവതരിപ്പിക്കുന്ന ആളായിരുന്നു. അതിനുശേഷം അങ്ങനെ ഒരാളെ നമ്മൾ കഥാപ്രസംഗം പറയുന്നവർ ഒരുപാടുണ്ടെങ്കിൽ അത്ര ഹൃദ്യമായിട്ട് നമ്മളൊരു ഒരു 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 പക്ഷേ നമ്മളുടെ കൺമുന്നിൽ കാണുന്ന പോലെയായിരുന്നു സാംബശിവന്റെ കഥ പറച്ചിൽ. എത്രയോ കഥകൾ, അതൊക്കെ പിൽക്കാലത്ത് കാസറ്റുകളൊക്കെ കേട്ടുപോലും നമ്മളൊക്കെ ആസ്വദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ സാറ് പറഞ്ഞ രീതിയും ഇതിൻ്റെ പശ്ചാത്തലവും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ എലമെൻസും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പിതാവിൻ്റെ സ്നേഹം, പിതാവിന് മകളോടുള്ള സ്നേഹവും, മകൾക്ക് ഈ പറയുന്ന ഒരു വലിയ ഈ ഒരു ദുഃഖമൊക്കെ ഉണ്ടായപ്പോഴും, അപ്പോൾ അതൊക്കെ ഈ വിവരിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സന്ധ്യാസമയത്ത് കേട്ടപ്പോൾ അതിനകത്ത് ഒരു ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കഥ മുന്നിൽ നടക്കുന്ന പോലെ ഒരു എഫക്റ്റാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത്. ഒരു തിരക്കഥ വായിച്ച പോലെയോ. ഒരു പക്ഷേ എനിക്കറിയത്തില്ല, റെബേക്ക എന്ന് പറഞ്ഞ സിനിമയൊക്കെ പണ്ട് കാലത്ത് ഇറങ്ങിയെങ്കിൽ ഇതേ പശ്ചാത്തലത്തിലാണോ അതൊക്കെ ഉണ്ടായതെന്ന് അറിഞ്ഞുകൂടാ. ഒരു സിനിമയ്ക്കുള്ളൊരു തിരക്കഥ എന്താണ് കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ. അതിനുള്ള ഒരു ത്രെഡ് ഉണ്ടായിരുന്നു ശരിക്കും. സാറ് പറഞ്ഞ രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രത്യേകിച്ച് ഒരു അമ്മയുടെ ഫോട്ടോ ആണ് അന്ന് ഇത് നശിപ്പിക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള കുറേ പോയിന്റ്സൊക്കെ സാറ് പറഞ്ഞ് ഈ കഥ വളരെ സിമ്പിളായിട്ട് തോന്നാമെങ്കിലും അതിൻ്റെ ഒരു അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ പറഞ്ഞ ആ ഒരു വലിയ മെസ്സേജിന് ഈ ആനുകാലികമായിട്ട് പോലും ഇപ്പോൾ സാബു സാറ് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. പരസ്പരമുള്ള അച്ഛൻ നമ്മളുടെയൊക്കെ ഈ പറഞ്ഞ പോലെ അണുകുടുംബത്തിലൊക്കെ ഈ പറയുന്ന സ്നേഹമൊക്കെ ഇപ്പോഴും ഉണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ്, അതിന് എന്തുമാത്രം ഡെപ്ത് ഉണ്ട്, അതൊക്കെ എവിടെയെങ്കിലും അതിന് വിള്ളൽ വീണിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പോലും ഒരു ചെറിയ പരാമർശമൊക്കെ ഇതിനകത്ത് വന്നിട്ട്. ഏതായാലും സാറ് പറഞ്ഞ വളരെ ക്രിസ്പായ ഈ കഥ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പശ്ചാത്തലം പ്രത്യേകിച്ച് മഞ്ഞിൽ കൂടി എന്നൊക്കെ ഉള്ള ഒരു കഥ കേൾക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട്, ഒരു നനവിൻ്റെ സുഖം. കഥകളിൽ എപ്പോഴും മഞ്ഞും അതൊക്കെ ഒരു ഫീലാണ്. മഞ്ഞിനെ കുറിച്ചൊക്കെ പറയുന്ന കേൾക്കുന്നതും ഒരു കിനസ്തെറ്റിക് എഫക്റ്റൊക്കെ സാറിൻ്റെ കഥ പറച്ചിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ കഥ പറയാനുള്ള സാറിൻ്റെ ഒരു എന്താണ്, അത് കഥ കേട്ടിരിക്കാനും ഒരു സുഖമാണ്. വെറുതെ നമ്മളൊരു കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ അല്ല സാറിൻ്റെ അതിൻ്റെ ഗിമിക്സും ഒക്കെ സാറ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ട എലമെൻസ് ഒക്കെ ജോഷി സാർ ഇപ്പോൾ പറഞ്ഞതിൽ കൂടി ഞങ്ങൾക്കൊക്കെയും പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് വളരെ എന്താണ് ഈ സായം സന്ധ്യ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സന്ധ്യ വളരെ മനോഹരമാക്കിയതിന് ജോഷി സാറിന് പ്രത്യേകം ഒരു താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സാബു സാർ, ഓവർ ടു. താങ്ക് യു. ഓക്കെ, റോയ് സാറും കൂടെ പറയും. കുട്ടിക്ക് മഞ്ഞിൽ കളിക്കാൻ പോകുന്നത് വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ അച്ഛൻ പോകരുത് എന്ന് പറഞ്ഞത് എങ്ങനെയെങ്കിലും അച്ഛനെ പറ്റിച്ച് അവിടെ പോകണമെന്ന് ധരിച്ചു. പക്ഷേ അവസാനമാണ് അറിഞ്ഞത് അച്ഛനോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇത് പറഞ്ഞത് എന്ന് തിരിച്ചറിയുന്ന ഒരു ഭാഗം അവളിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ സാർ സൂചിപ്പിച്ചു, നമ്മുടെ സാബു സാർ സൂചിച്ചു, മക്കളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹം
മക്കൾ തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. അതിന് ഒരു ഉദാഹരണമാണ് ഈ കഥ എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ അച്ഛൻ പറയുന്നുണ്ട്, അവസാനം പേടിച്ച് പേടിച്ച് അച്ഛൻ്റെ അടുക്കേട്ട് ചെന്ന കുട്ടിയോട് പറയുന്നുണ്ട്, നിന്നെ സ്നേഹിച്ചതുപോലെ നീ ജനിക്കുന്നതിന് മുമ്പും ഞങ്ങൾ വളരെ സ്നേഹിച്ചിരുന്നു നിന്നെപ്പോലെ എന്ന് പറയുന്ന ആ രംഗവും ആ ഫോട്ടോയിലുള്ള അറ്റാച്ച്മെന്റ്സും കുട്ടിയോടുള്ള സ്നേഹവും എല്ലാം ഒരു നിമിഷം വളരെയധികം ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു ഭാഗമാണ്. ഏതായാലും കഥയിലെ കഥാതന്തുവിനേക്കാൾ കൂടുതൽ മനോജ് സാർ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ തിരക്കഥ പോലെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു ജോഷി സാറിൻ്റെ പ്രസന്റേഷൻ. ഏതായാലും ഇത് മാതാപിതാക്കളുടെ കുട്ടിയോടുള്ള സ്നേഹവും കുട്ടികൾ അത് മനസ്സിലാക്കാതിരിക്കുന്ന ഭാഗങ്ങളും അത് വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയുള്ളൂ എന്നും മനസ്സിലാക്കി തന്ന ഈ കഥ അവതരിപ്പിച്ച ജോഷി സാറിന് ഒത്തിരി അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. കഥയുടെ രാജകുമാരൻ ജ്യോതികുമാർ താമസിച്ചാ വന്നേന്ന് തോന്നുന്നു അല്ലേ? സ്വല്പം ലേറ്റായി പോയി. കുറച്ച് ദിവസമായി ഞാൻ കയറിയിട്ട്. സോറി, നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. തുടക്കത്തിൽ ഒരു ഫൈൻ അടിക്കുക അല്ലേ? ആ ഫൈൻ അടിച്ചു, എത്ര വേണമെങ്കിലും തരാം. എന്ത് ഫൈൻ വേണമെങ്കിലും ഞാൻ ചെയ്യാം. ആയിക്കോട്ടെ, ഫൈൻ അടിച്ചിട്ട് ഇതിന്റെ ചെലവ് വഹിക്കാം. ആവട്ടെ. ഇതിന് ചെലവ് ചെയ്യാം. അതേ സമയത്ത് ഇന്നത്തെ നമ്മൾ ഈ ക്ലാസ് എന്താ പറയാ, ജോഷി സാർ ഗംഭീരായി. കാരണം സാധാരണഗതിയിൽ മക്കൾക്കൊക്കെ അമ്മയോടാണ് വല്ലാത്തൊരു പ്രിയം, ഇല്ലേ? പൊതുവെ നമ്മൾ കേൾക്കുന്ന അച്ഛനോട് പ്രിയമല്ല എന്നല്ല, എങ്കിലും ആൺകുട്ടികൾക്കും ആയാലും പെൺകുട്ടികൾക്കായാലും. പക്ഷെ ഇവിടെ നോക്കൂ, അമ്മ ഇല്ല, അമ്മയുടെ ഫോട്ടോ പൊട്ടി തെറിച്ചു. അപ്പോ മകള് അച്ഛനെ എങ്ങനെ ഫേസ് ചെയ്യും? പക്ഷെ അപ്പോഴും പറയാണ്, മകളെ നീ എൻ്റെ മകളാ. ഇതാണ് ഏത് കാലത്തും ഒരു പിതാവ് മക്കളെ സ്നേഹിക്കുന്നത്, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. പക്ഷെ അവരത് തിരിച്ചറിയുന്നത് വളരെ കാലത്തിന് ശേഷമായിരിക്കും എന്നുള്ള ഒരൊറ്റ വ്യത്യാസം. ആദ്യമൊന്നും അത് മനസ്സിലാവില്ല, പിന്നീടാണ് അറിയാം. എന്ത് തെറ്റ് ചെയ്ത് നമ്മൾ ചെല്ലുമ്പോഴും കെട്ടിപ്പിടിക്കാൻ അച്ഛനും അമ്മയും, ഇതിനപ്പുറം വേറെ ആരാ ഉള്ളത്? ഇതിപ്പോ ഇവിടെ സാറ് പറഞ്ഞില്ലേ, ഞാനത് ഇങ്ങനെ കേൾക്കും. സ്വല്പം ലേറ്റായി പോയി തുടക്കം, എങ്കിലും ഞാൻ പറയാം. കാൽത്തെറ്റി വീണ ആ ചിത്രം എന്താണ്, പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചിത്രം ആരുടെ? അമ്മയുടെ അല്ലേ? അതെ. എങ്ങനെ അച്ഛനെ നേരിടും പിതാവിനെ? പക്ഷേ തകർന്ന ചിത്രമെടുത്ത് മുറിയിൽ കൊണ്ടുവച്ചു. അച്ഛൻ എന്നെ സ്നേഹിക്കില്ല എന്ന് പരിതപിച്ചു. അപ്പോഴാണ് അച്ഛനും അമ്മയും സന്തോഷം പങ്കുവെക്കാറുണ്ട് ധാരാളം. അപ്പോഴാണ് റെബേക്കയുടെ ആയ പറയാണ്, ഇത് നോക്കൂ, അച്ഛനെയും അമ്മയെയും മക്കൾ, ഇവിടെ ഞാൻ അനലൈസ് ചെയ്യണേ, അച്ഛനും അമ്മയെയും മക്കൾ അനലൈസ് ചെയ്യുന്നില്ല. അത് ചെറുപ്രായം കൊണ്ടായിരിക്കാം, കുറെ കഴിയുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ ആയയാണ് എന്താ പറയുന്നത്, അവളെ സമാധാനിപ്പിക്കുന്നത്. നോക്കൂ, അപ്പൊ ചില വീടുകളിലുള്ള നമ്മളെ ആയമാര് നമ്മളെ കുട്ടികളെ ഒരു മോൾഡ് ചെയ്തെടുക്കുന്നത് കണ്ടുവോ? അതും നമ്മൾ പറയണം. അവര് കാശ് അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലി എന്നല്ല, പക്ഷേ നമ്മളെ കുട്ടികളെ വളർത്തുന്നതിൽ ആയമാര് വഹിക്കുന്ന ഒരു പങ്കും കൂടി ഞാൻ ഇവിടെ പറയാണ്. എല്ലാവരും അല്ല, ധാരാളം ആളുകളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളായ ആയമാര്. ആ ആയയുടെ ഒരൊറ്റ ഉറപ്പിലാണ്, ധൈര്യത്തിലാണ് സമാധാനിപ്പിച്ചു. അതാണ്, നീ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു മോളെ, പൊട്ടി ചിത്രവുമായ പിതാവിനോട് ഏറ്റു പറയണം. ചെല്ലു, പൊട്ടിപ്പോയി കുഞ്ഞെ, നിന്റെ അച്ഛൻ സഹിക്കുന്നത് നീ അദ്ദേഹത്തിന്റെ മകളായതുകൊണ്ടാ. അതുകൊണ്ട് നീ ധൈര്യമായി ചെന്നോളൂ. നോക്കൂ, ആ ഒരു പുഷിങ്, ആ ഒരു എനർജി കൊടുത്തതാരാ? കണ്ടില്ലേ? ഒരായ, നമ്മളെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഒരു ആയ എന്താ, കാശ് കൊടുത്ത് അല്ലെങ്കിൽ അതിന്റെ ശമ്പളം കൊടുക്കുന്ന ഒരു ആയ വീട് വൃത്തിയാക്കാൻ വന്നതാ. പക്ഷെ അവര് ഓരോ വ്യക്തികളിലും ഇടപെടുന്ന കണ്ടുവോ?
അതിനെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം എന്ന് ഞാൻ പറയാണ്. ആ കുട്ടിക്ക് ഒരു ധൈര്യം പകർന്ന അവരാ. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ പ്രയാസപ്പെടുന്നു അച്ഛനുമായിട്ട്. അതാണ്. അപ്പൊ അത് എനിക്ക് വളരെ 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 അതേപോലെ തന്നെ നോക്കൂ, പതുങ്ങി പതുങ്ങി അച്ഛന്റെ സ്നേഹനിധിയായ അച്ഛന്റെ വാതിലിനരികിൽ ചെന്നു. അപ്പോ അച്ഛൻ ഉടനെ പറയുന്നു, മകളെ നീ വന്നല്ലോ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാം അദ്ദേഹം കാണുന്നുണ്ട്. നോക്കൂ, അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ടോ, വരൂ മകളെ. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ജോഷി സാർ പറഞ്ഞത് ഞാൻ സ്വല്പം എഴുതിയെടുത്തതാണ്, വികാര നിർഭരമായിട്ട് എഴുതിയെടുത്തതാണ്. അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പറഞ്ഞേ, അവൾ ഞാൻ ദുഷ്ടയാണ് എന്ന് അവള് സ്വയം പറയാം. ദുഷ്ടയാന്ന് പറയാം. ഫോട്ടോ പൊട്ടിപ്പോയില്ലേ, ഫോട്ടോ അച്ഛനെ കാണിക്കുകയാണ്. നിനക്ക് എന്നെ അറിയാം, ഞാൻ എല്ലാം കണ്ടു. റിബേക്കയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. എന്റെ ഡാഡി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു. അച്ഛൻ ആ മകളെ ആശ്ലേഷിച്ചു. നീ എന്റെ മകളാ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അതോടൊപ്പം സാർ ലാസ്റ്റില് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആർക്കും നമ്മളെ വേർതിരിക്കാൻ പറ്റില്ല എന്നും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നും പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. താങ്ക് യു ജോഷി സാർ, താങ്ക് യു. നല്ലൊരു കഥ. ആ ബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങൾ, മകളും അച്ഛനും സെർവന്റും. അവിടെ സെർവന്റിന് ഞാൻ പ്രാധാന്യം കൊടുക്കുകയാണ്. നമ്മളെ പല വീടുകളിലുള്ള സെർവൻസ് അങ്ങനെയുള്ളവരുണ്ട്. കാശിന് മാത്രമല്ല അവർ പണിയെടുക്കുന്നത്. വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള കുട്ടികളെ വളർത്താൻ അവരും സഹായിക്കുന്നുണ്ട് എന്നും ഞാൻ ഈ തരുണത്തിൽ ഓർക്കുന്നു. താങ്ക് യു സാബു സാർ, ജോഷി സാർ. ഓക്കെ സാർ, താങ്ക് യു. ഹോമർ സാർ. വളരെ ഹൃദയസ്പർശിയായിരുന്നു കഥ. അതിനേക്കാൾ ഹൃദയസ്പർശിയായിരുന്നു അദ്ദേഹം പറഞ്ഞ രീതി. അപ്പൊ അവതരണ ശൈലി അങ്ങനെയായിരുന്നു. അതുപോലെ ഇത് കേട്ടിരിക്കേണ്ടത് നമ്മളല്ല, നമ്മുടെ മക്കളാണ് ഇത് കേട്ടിരിക്കുന്നത്. അവരുടെ പലരുടെയും വിചാരം എല്ലാ അച്ഛന്മാരും ഒരുപോലല്ല. പക്ഷെ അവരച്ഛനാകുമ്പോഴേ അവരെ ഇതിനെ കുറിച്ച് മനസ്സിലാകുള്ളൂ. പല അച്ഛന്മാരും വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ലക്ഷ്യം ഒന്നായിരിക്കും. അവരുടെ സ്നേഹം മാത്രമായിരിക്കും ലക്ഷ്യം. അത് ഈ കഥയിൽ നിന്ന് വ്യക്തമായി മനസ്സിലായി. അത് കുട്ടികളാണ്, നമ്മളല്ല കാണുന്നത്. നമ്മൾ ഇനി ഏത് നിമിഷത്തിലും പോകാൻ നിൽക്കുക, വണ്ടി കാത്തു നിൽക്കുന്നവരാണ്. ഓക്കെ, നന്ദി, നമസ്കാരം. നല്ല ക്ലാസ്. ഓക്കെ, ഓമന ടീച്ചർ. ജോഷി സാറ് വളരെ തന്മയത്വത്തോടെ കഥ അവതരിപ്പിച്ചു. കേട്ടോണ്ടിരിക്കാൻ നല്ല. പക്ഷെ എനിക്കൊരു പരാതിയുണ്ട്. അതിൻ്റെ അകത്തൊരു വില്ലനില്ല, കഥയിൽ ഒരു വില്ലനില്ലാതെ പോയി. വീഴ്ച മാത്രമാണ് അതിൻ്റെ അകത്ത് വില്ലനായിട്ട് വന്നത്. ജ്യോതി സാറ് പറഞ്ഞ പോലെ ആ ജോലിക്കാരി പോലും വളരെ നന്മയുള്ള, എല്ലാ കഥാപാത്രങ്ങൾക്കും ഭയങ്കര നന്മ. ആ മുടിയനായ പുത്രൻ തിരിച്ചു വന്ന അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അത്രയൊന്നുമില്ല, ഇതൊരു ചെറിയ കുട്ടി സാധാരണ മട്ടിൽ ചെയ്ത ഒരു കുറ്റം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി അതിന്റെ വ്യാപ്തി കൂടുതലായിട്ട് ഫീൽ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ അമ്മമാരെ പോലെ അല്ല അച്ഛന്മാര് ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ ഹീറോയാണ്. അപ്പം അമ്മമാരുടെ മുമ്പിൽ തെറ്റ് ചെയ്താലും അച്ഛന്മാരുടെ മുമ്പിൽ തെറ്റ് ചെയ്യാനാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് കൂടുക. കാരണം അച്ഛന്മാരെ അവരുടെ ഹീറോയാണ്. അതുകൊണ്ട് ഇപ്പം സ്നേഹം എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ അങ്ങനെ അപ്പം സാറ് ഈ കഥ തന്നെ തെരഞ്ഞെടുത്തത് എന്താന്ന് പറഞ്ഞില്ല. ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി സാറ് ഒത്തിരി നന്നായിട്ട് അത് അവതരിപ്പിച്ചു. താങ്ക് യു സർ. ഓക്കെ, ഇനി ജോർജ് സാർ ഉണ്ടോ? ബീന മാം, രാജു ഫിലിപ്പ് സാർ, മാത്യു തോമസ് സാർ, അതുപോലെ തന്നെ സുധാകരൻ ഡോക്ടർ ഒത്തിരി നാളായി സംസാരിച്ചിട്ട്. സാറ് മൗനവ്രതത്തിലാണ്. സംസാരിക്കൂ. യെസ്, മൗനവ്രതം അല്ല മാഡം, ഞാൻ കുറെ തിരക്കുകളിലും ഒക്കെ ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ജോഷി സാറിന്റെ ക്ലാസ് കേൾക്കുകയായിരുന്നു. അത് ഈ നമ്മൾ കേട്ട ക്ലാസ് കേൾക്കുന്നില്ലേ സർ? കേൾക്കുന്നില്ലേ? കേൾക്കാം. അത് നമ്മുടെ ക്ലാസ് ആ കഥ
കേട്ട കഥയായിട്ടല്ല എനിക്കത് തോന്നുന്നത്. അത് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു കഥയാണ്. പ്രത്യേകിച്ചും ബൈബിൾ സ്റ്റോറീസുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഒന്നാവുമ്പോൾ ഈ ഞാനത് തുടക്കം കേട്ടില്ലെങ്കിൽ പോലും എനിക്ക് ആ കഥയുടെ തീമും അതിൻ്റെ സന്ദേശവും ഒക്കെ എനിക്ക് നന്നായി പിടികിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മാനം ഡൈമെൻഷനുള്ള ഒരു കഥയാണത്. അതായത് ഈ ഇപ്പോഴത്തെ ഈ മാതാപിതാ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ ഈ പറഞ്ഞ പോലെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത ചില ഘടകങ്ങൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ പരസ്പരം അതായത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കഥയൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. വീട്ടിൽ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു. അതേപോലെ തന്നെയുള്ള ഈ അവരനുഭവിക്കുന്ന ഒരു മെന്റൽ ആഗണി. ആ മെന്റൽ അഗണി എന്ന് പറഞ്ഞാൽ വിചാരിക്കും ഇങ്ങനെ ആയിരിക്കും. സർ കേൾക്കുന്നില്ലേ? കേൾക്കാം സർ, കേൾക്കാം. ഇത് എന്തോ സൗണ്ട് തിരിച്ചു വരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ കുട്ടികൾ പലതും തെറ്റിദ്ധരിച്ചു പോകും. അപ്പോൾ ഈ പണ്ട് ഈ സുകുമാരന്റെ കഥ പോലെ ഗുരുനാഥൻ ഈ കുട്ടിയെ ശിക്ഷിക്കുന്നത് ആ കുട്ടി നന്നാവാൻ വേണ്ടിയാണ് എന്നുള്ള ഗുരുനാഥൻ പത്നിയോട് ഇന്നത് വല്ലാതെ റിപ്പൻഡ് ചെയ്തിട്ട് പോയി ഈ ഒരു ശിഷ്യന്റെ കഥയൊക്കെ കേൾക്കുന്നത് പോലെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില മനുഷ്യബന്ധങ്ങളുടെ ഭാഗമാണ്. അപ്പൊ ചെറിയ മനസ്സിലുള്ള കുഞ്ഞുങ്ങള് അവര് വിചാരിക്കും അതുപോലെയാണ് അച്ഛനും അമ്മയും കാണുക എന്നൊക്കെ വിചാരമുണ്ട്. അപ്പൊ നമ്മള് ഈ വീട്ടിൽ തന്നെ ഈ പണിക്കാരി പറഞ്ഞു കൊടുത്തിട്ട് അല്ലെങ്കിൽ ആയ പറഞ്ഞു കൊടുത്തിട്ടാണ് അച്ഛന്റെ ക്ഷമാശീലവും സ്നേഹവും ഒക്കെ കുഞ്ഞ് മനസ്സിലാക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് ഒരു ഗതികേടാണ്. അപ്പൊ ഇപ്പൊ കുടുംബങ്ങളിലൊക്കെ അത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഈ മാതാവും പിതാവും കുഞ്ഞുങ്ങളും ഒക്കെ തമ്മിൽ അകലം വർദ്ധിച്ചു വരികയും അതിനേക്കാളേറെ ഇതിൽ ഈ ജോലിക്കാരിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നതും ഒക്കെ. ഇപ്പം ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഇപ്പൊ അച്ഛനും അമ്മയും ഒക്കെ ഈ ജങ്ക് ഫുഡിന്റെ കാര്യം എത്ര ഊന്നി പറഞ്ഞാലും കുട്ടികൾ അത് സ്വീകരിക്കുന്നതിന് വളരെ വിമുഖത കാണിക്കാറുണ്ട്. പക്ഷെ അവരെ നോക്കുന്ന അയ്യേ അത് കഴിയേ, അത് അപ്പിയാണ്, അത് പോയ്സൺ ആണ്, അല്ലെങ്കിൽ അത് ചീത്തയാണ് എന്നൊക്കെ കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി അത് സ്വീകരിക്കും. അപ്പൊ അതേപോലെ ഈ സ്വാധീനിക്കാൻ കഴിയുന്നത് ജോലിക്കാരി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അധ്യാപിക ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആയ ആയതുകൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരി ആയതുകൊണ്ടോ എന്നല്ല. അപ്പൊ രക്ഷിതാക്കൾ കുറെ കൂടെ അവരുടെ ഹൃദയം തുറന്ന് എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത് എന്ന് അവർക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പേരൻറ്റിങ് അത്യാവശ്യമാണ് എന്ന് ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം അത് കുഞ്ഞു മനസ്സ് വേദനിക്കുകയും അയ്യോ ഞാനത് പൊട്ടിച്ചു കളഞ്ഞല്ലോ, അമ്മയുടെ ചിത്രം അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് എനിക്ക് ഭീകരമായ ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് പോയി ചില ചെറിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ ഈ കഥയ്ക്ക് പുറമേ കേട്ട ഒരു കഥകളെ ഒരുപാട് ഡൈമെൻഷൻസ് ഉള്ളതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അതിൽ ഈ ചെറിയ മനസ്സിൻ്റെ വേദന ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടത് ഈ റൂമിൽ പോയി കമഴ്ന്നടിച്ച് കിടന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ആ വേദനകളൊക്കെ എത്രത്തോളം അത് നുറുങ്ങുന്ന ഒരു ഹൃദയമായിട്ടാണ് അങ്ങനെ കടന്നിരിക്കുന്നത്. അവിടേക്ക് ഒരു ദൈവദൂതയെ പോലെ ചെന്നിട്ട് സമാധാനം പറയുന്നത് പോലെ ചില വാക്കുകൾ, ചില സ്വാന്തനങ്ങൾ, ചില വ്യക്തികൾ ഒക്കെ ഒരുപാട് ആത്മഹത്യകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ ഒരുപാട് ഈ കുഞ്ഞുങ്ങൾ ചീത്ത തരത്തിലേക്ക് പോകുന്ന ചെറിയ തെറ്റിന്റെ പേരിൽ ഭീകരമായിട്ട് അവർ ഉള്ളിൽ വേദനിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സന്ദേശം തരുന്ന കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. സാർ അത് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ വീഴ്ചയുടെ പേരിൽ ഒരു കുഞ്ഞ് വേദനിച്ചതും ആ കുഞ്ഞിനെ അച്ഛൻ സ്വാധീനിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതല്ല. ഇതിനകത്ത് വലിയൊരു മനഃശാസ്ത്ര സന്ദേശം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. നമ്മളിതാണ് എന്ന് നമ്മുടെ ജീവിത പങ്കാളി അറിയണം, നമ്മുടെ മക്കളും അറിയണം. എൻ്റെ അച്ഛൻ്റെ റിയാക്ഷൻ ഇതായിരിക്കും എന്ന് അനുനിമിഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള റിലേഷനിൽ ഒരു പരിഷ്കാരം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം ഈ പഞ്ചസാര ഭരണിയിലിട്ട് അടച്ചു വെച്ചാൽ ഒരിക്കലും അതിൻ്റെ മധുരം അറിയാൻ പറ്റില്ല. അതിൻ്റെ 2 തരിയെടുത്ത് നാവിലിട്ടാൽ മാത്രമേ ഇത് മധുരമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റൂ.
പഞ്ചസാര എഴുതി വെച്ച് ലേബൽ ചെയ്ത് വെച്ച കുപ്പി കണ്ടാലും അതിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ചുകൂടെ ഈ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന പണ്ടത്തെ തലമുറയിൽ അച്ഛന്മാരെ അറിയാമല്ലോ, ഭയങ്കര അടിയും ഭയങ്കര ശകാരങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു അച്ഛന്മാരിൽ നിന്ന് മാറി ഇപ്പം മക്കളെ പേടിക്കുന്ന അച്ഛന്മാരായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ മക്കളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന അച്ഛന്മാരായിട്ട് മാറണം എന്നൊരു സന്ദേശമാണ് ഞാൻ ഇതിൽ നിന്ന് സ്വീകരിച്ചത്. അത് ഒരു വലിയ ആയ ഒരു കൗൺസിലറുടെ ഒന്നാം തരം കൗൺസിലറുടെ ജോലിയാണ് ആയ ചെയ്തത്. അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാനും ഒക്കെ ഏൽപ്പിക്കുന്നവരൊക്കെ ഇതേപോലെ ഉള്ള നല്ല നല്ല നന്മയുള്ളവരാവാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് സാർ ഈ നിർത്തി സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ ഒപ്പം ഈ കോണി ഇറങ്ങി ഞാനും വന്നിരുന്നു റബേക്കയുടെ കൂടെ. േക്ക് വരികയും മറിഞ്ഞു വീഴുകയും ഈ ചിത്രത്തിന്റെ ഫ്രെയിം പൊട്ടിയിട്ട് നെറ്റിയിൽ മുറിവുണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഞാനും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കേട്ട കഥയേക്കാളേറെ അതിനെ എത്ര വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ച് വിപുലപ്പെടുത്താവുന്ന ഒരു എന്താ പറയുക 101 ആവർത്തിച്ച ക്ഷീരബല പോലെ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. സർ, എനിക്ക് വലിയ സന്തോഷമായി. നന്ദി. സന്തോഷം. താങ്ക് യു സാർ. ഇതിൻ്റെ അകത്ത് ഒരുപക്ഷെ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് ഇച്ചിരി ഓപ്പൺ ആകണം അല്ലേ, അവരുടെ മനസ്സിൽ സ്വല്പം കൂടെ തുറന്ന സമീപനം ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മളിങ്ങനെ പറയില്ലേ, നമ്മളിങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ദൂരത്തു നിന്ന് വീക്ഷിച്ചിട്ട് പറയും, അവൻ ചെയ്തത് ശരിയാകത്തില്ല, എനിക്കറിയാം, അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് അവസാനം ഫെയിൽ ആകുമ്പോൾ നമ്മളിത് ഓപ്പണായിട്ട് പറയും, അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു നീയൊന്നും ഇത് ചെയ്യത്തില്ലെന്ന് എന്ന് പറയുന്ന ഒരു മനോഭാവമുണ്ട്. പക്ഷെ ആ മനോഭാവം ഇന്നത്തെ ന്യൂ ജനറേഷനിലൊന്നും അക്സെപ്റ്റബിൾ അല്ല. ഇവിടെ സ്വല്പം കൂടെ ഓപ്പണായിട്ട് അച്ഛൻ മകളുടെ കൂടെ ചിലവഴിക്കാനാണെങ്കിൽ നേരത്തെ ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇല്ലെങ്കിൽ അച്ഛനും മകൾക്കും അത് വലിയ നഷ്ടമായി പോകാനുള്ള സാധ്യത ഇന്നത്തെ കാലത്തുണ്ട്. കോമ്പൻസേറ്റ് ചെയ്യാനൊന്നും കിട്ടത്തില്ല, കാരണം ആ ഒരു അവസരം ഒന്നും പിന്നെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളില്ല, കാരണം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് അത്ര ഈസിയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവിടെ സ്വല്പം മാറ്റങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് ഉണ്ടാകണം. ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചു നോക്കി അറിയാം. ഇന്നത്തെ കാലത്ത് വിവാഹങ്ങൾ എന്തുകൊണ്ടാണ്, അപ്പം അതിന് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം അതെല്ലാം ജനറേഷൻ മാറി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതനുസരിച്ച് സ്റ്റെപ്പുകൾ വെച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ കൂടുതലായിരിക്കും. മിനിമം എന്തെങ്കിലും പറയുന്നു? ജോർജ് സാർ വന്നില്ലേ, പോയോ? ഇടയ്ക്ക് വന്നിരുന്നല്ലോ. യെസ്, ഞാൻ പറയും. സോറി ട്ടോ, ഞാനത് ആദ്യം മുതൽ കേട്ടിട്ടില്ല. അപ്പോൾ കേട്ട ഭാഗം കൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിലൊരു അഭിപ്രായം പറയാൻ മാത്രം ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ജോഷി സാർ ഒരു തിരിച്ചൊരു കമന്റോടെ പറയും. ഓക്കെ, നല്ല വിലയിരുത്തലും നല്ല ദർശനങ്ങളും ഓരോരുത്തരും കണ്ടെത്തിയ കാര്യങ്ങളുമൊക്കെ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ കൃതാർത്ഥനായി. ഒരുപാട് സന്തോഷം. ഒരു അമ്മ അല്ലെ രണ്ടമ്മയുണ്ട്. അവസാനം പറഞ്ഞ ബീന മാഡം അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും അഭിപ്രായം ഓമന ടീച്ചർ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരെയും കൂട്ടിയ രണ്ടുപേരും അമ്മമാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് അമ്മമാരും ബാക്കി മുഴുവൻ അപ്പന്മാരുമാണ് അഭിപ്രായം പറഞ്ഞത്. നേരെ എല്ലാവരും ആ വിഷയത്തിന്റെ പെട്ടെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അപ്പന്മാരുടെ സ്നേഹം, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ആ ഒരു സ്നേഹം, അതൊക്കെ തിരിച്ചറിയണം. അപ്പോൾ ഒരു അപ്പന് അത്രമാത്രം സ്നേഹമുണ്ട്. പിള്ളേര് മനസ്സിലാക്കണം, പിള്ളേരെന്തെങ്കിലും ചെയ്തതിന്റെ പേരിലോ ചെയ്യുമെന്നുള്ള വിചാരത്തിന്റെ പേരിലോ അല്ല ഒരു മാതാവും പിതാവും, അല്ലെങ്കിൽ പൊതുവെ മിക്കവാറും മാതാപിതാക്കന്മാര് സ്വാർത്ഥരല്ല പിള്ളേരുടെ മുമ്പിലെങ്കിലും. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്നവരാണ്. അല്ലാതെ പക്ഷെ അത് കുട്ടിയായിരിക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ തോന്നണമെന്നില്ല.
5 വയസ്സിലോ 7 വയസ്സിലോ സൈക്കിൾ വേണമെന്ന് പറയുമ്പോൾ അപ്പന് അത് വാങ്ങുന്നില്ല, അല്ലെങ്കിൽ അമ്മ അതിന് പച്ചക്കൊടി കാണിക്കാതെ വരുമ്പോൾ കൊച്ചു മനസ്സ് ചിലപ്പം വിചാരിക്കും എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ്. അത് കുറെ കൂടെ വളർന്നു കഴിയുമ്പോൾ കൗമാര യൗവനത്തിലേക്ക് വരുമ്പോൾ അത് ബൈക്കാകാം, അത് കുറെ കൂടെ മുന്തിയ സാധനങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ ഫോണിലേക്ക് വരും. ഫോണൊക്കെ ഒന്നും ചെറിയ 1000-ന്റെയും 10,000-ന്റെയും ഒന്നും അല്ലല്ലോ, ലക്ഷങ്ങൾ. ബൈക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികൾ. അപ്പൊ ഇതൊക്കെ കിട്ടാതെ വരുമ്പോൾ ഒരുപക്ഷെ പാരുഷ്യം, അതുപോലെ തന്നെ അവിവേകം ഒക്കെ തന്നെ കാട്ടുന്ന ഒരു യുഗത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ അഭിപ്രായ പ്രകടനങ്ങളെ വളരെ ഏറെ വിലമതിക്കുന്നു. വളരെ ഉന്നതമാണ് തീർച്ചയായിട്ടും. ഇതിൻ്റെ അകത്ത് മറ്റൊരു വലിയ മനഃശാസ്ത്ര എലമെന്റ് ഉണ്ട്, ഫൊർഗീവ്നെസ്. ഞാൻ ആരെങ്കിലും അത് ചൂണ്ടിക്കാണിക്കും എന്നാണ് ഞാൻ ധരിച്ചത്. അത് ക്ഷമ. നമ്മൾ എത്രയോ ക്ലാസ്സുകൾ ക്ഷമയുടെ ക്ലാസ്, ഫൊർഗീവ് ചെയ്യുന്ന ഒരപ്പനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് ലോകത്തിനുണ്ടാകണം. നമുക്കെല്ലാവരോടും ഒരുതരം പകയാണ്, അല്ലെങ്കിൽ പൊതുവിൽ എല്ലാവരോടും പകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റാണ്. പൊതുവിൽ എല്ലാവർക്കും ഒരുതരം പകയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്നോട് ഇഷ്ടമില്ലായിരിക്കും, അങ്ങനെയാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ബൈബിളിൽ ഒരു പടി കൂടെ കടന്നാണ് ഈ ഫൊർഗീവ്നെസ്സിന്റെ സംഭവം പറയുക. നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, ബലിയല്ല അർപ്പിക്കുന്നത് പ്രധാനം. നീ ഞായറാഴ്ച വളരെ കഷ്ടപ്പെട്ട് പള്ളിയിൽ പോയി നിൽക്കുമ്പോഴാണ് ഓർക്കുന്നത് അയൽവക്കക്കാരന്, അല്ലെങ്കിൽ വേറൊരുത്തന്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ മാറ്റിനി വെബിനാറിലുള്ള ഒരാൾക്ക് ഇപ്പൊ നമ്മളോട് അത്ര സ്നേഹമില്ല. അപ്പോൾ അവിടെ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ നമ്മളൊക്കെ അത് എത്രമാത്രം പോസിബിൾ ആണെന്ന് അറിഞ്ഞുകൂടാ. നീ അവിടെ ബലി അവിടെ പരിപാടി നിർത്തിയിട്ട് നീ നേരെ പോയി രമ്യതപ്പെടണം. അവന് നിന്നോട് പിണക്കമുണ്ടെന്ന് നിനക്ക് തോന്നിയാലോ കേട്ടോ. നമുക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് തന്നെ നമ്മൾ പറയും എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല, ഞാൻ എല്ലാവരോടും വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, അവരോടൊന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. അതുകൊണ്ടാണ് ബൈബിൾ അത് തിരിച്ചാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുന്ന പക്ഷം ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ എലമെന്റ് ഇതിൻ്റെ അകത്തുണ്ട്. ക്ഷമയുടെ ഒരു ലോകം നമ്മുടെ മുമ്പിൽ തീർക്കപ്പെടണം. ഓമന ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ടീച്ചർ പോയല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടോ ഇല്ലാത്ത? ടീച്ചർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കഥ അവതരിപ്പിച്ചത്. ഞാൻ ആദ്യം തൊട്ടേ ഞാനിവിടെ കുറച്ച് കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, ഒരുപക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടോന്ന് അറിഞ്ഞുകൂടാ, ഞാൻ അതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഒന്ന്, ഈ കഥ ലളിതമായിരിക്കണം എന്ന് വിചാരിക്കാറുണ്ട്. അതുപോലെ തന്നെ കഥയിലെല്ലാം ഒരു വെറൈറ്റി കൊണ്ടുവരണം എന്നുള്ള ഒരു വിചാരം ഉണ്ടായിട്ടുണ്ട്. അറിയപ്പെടുന്ന നല്ല ആളുകളുടെ കഥകൾ പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. വളരെ പ്രാരംഭകരായിട്ടുള്ള ആളുകളുടെ കഥ പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള രീതികൾ. പിന്നെ യാത്രയിൽ നടക്കുന്ന കഥ, പിന്നെ നർമ്മകഥ, ഡിറ്റക്റ്റീവ് കഥ, ഇങ്ങനെ വെറൈറ്റികൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് ഇനി അവതരിപ്പിക്കാത്ത ഒരു സംഗതി അതാണ്. അപ്പോഴാണ് ഒരു ബൈബിൾ മെസ്സേജ്, ബൈബിളിലെ കഥയല്ല, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇത് ബൈബിളിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് വായിച്ചെടുക്കാനൊന്നും പറ്റില്ല. ബൈബിളിലല്ല, ബൈബിൾ ആത്യന്തികമായി നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലൊക്കെ കോപിക്കുന്ന ദൈവത്തെക്കുറിച്ചും ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചും ഇങ്ങനെ ഉള്ള കഥകൾ ചിലതെല്ലാം ഉണ്ട്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എൻ്റർലി ഡിഫറൻ്റ് ആണ്.
യേശു ലോകത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ലോകത്തിലേക്ക് വന്നത് പുതിയൊരു പ്രമാണവുമായിട്ടാണ്. അതെന്ത് പ്രമാണം? അത് സ്നേഹത്തിന്റെ പ്രമാണമാണ്. പലരും കേട്ടിട്ടുണ്ടാവും, ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് പ്രമാണങ്ങളിലാണ്, രണ്ടും ഒന്നാണ്, സ്നേഹമാണ്. ഈ രണ്ട് രീതിയിലാണ് അതിനെ വിവരിച്ചു വെച്ചിരിക്കുന്നത്. അതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങളാണ് അല്ലെങ്കിൽ അത്ഭുതങ്ങളാണ് ബൈബിളില് നമ്മൾ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണാനുള്ളത്. ധൂർത്തപുത്രന്റെ ഉപമ പറയുന്നതാണ്. മകനെ സ്നേഹിക്കുന്നവൻ എല്ലാ വിഹിതവും വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. സ്നേഹമുള്ള ഒരു മൂത്ത മകൻ അവിടെ ഉണ്ടെങ്കിലും ഇളയ മകനെ വാരിപ്പുണരുന്ന, പന്നിക്കൂട്ടിൽ നിന്ന് വരുന്നവനെ കെട്ടിപ്പിടിക്കുന്ന ആ സ്നേഹം. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതാണ് എല്ലാ അത്ഭുതങ്ങളും. വേദനിക്കുന്ന രോഗികളോട്, അല്ലെങ്കിൽ സ്ത്രീകളോട്, അബലകളോട്, പിന്നാമ്പുറത്തേക്ക് തള്ളി മാറ്റപ്പെട്ടിരിക്കുന്ന ആളുകളോട് ഒക്കെ സ്നേഹം കാണിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ ദൗത്യം തന്നെ ആരംഭിക്കുന്നത്. ഇങ്ങനെയൊക്കെ ബൈബിളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സ്നേഹമാണ് ദൈവത്തിന്റെ മുഖമുദ്ര എന്നുള്ള വലിയൊരു ആശയത്തെയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് കാട്ടുന്നത്. തൊട്ടടുത്ത ഞായറാഴ്ച ഞങ്ങളെല്ലാവരും, എല്ലാ ലോകമെങ്ങുമുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ പീഡാസകനം, മരണം, ഉത്ഥാനം എന്നിവ ആചരിക്കപ്പെടുന്ന ദുഃഖവെള്ളിയും അതുപോലെ പെസഹാവ്യാഴവും ഈസ്റ്ററും ഒക്കെ കടന്നു വരുന്ന അടുത്ത 50 ദിവസം കഴിയുമ്പോൾ അതിന്റെ തുടക്കമാണ് അടുത്ത ഞായറാഴ്ച. അതിന്റെ തൊട്ട് മുമ്പിലത്തെ ആഴ്ചയിലാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. 131ാമത് മാരാമൺ കൺവെൻഷൻ. എല്ലാ കൊല്ലം അങ്ങനെയാണ്. മാരാമൺ കൺവെൻഷൻ തീരുമ്പോൾ നോമ്പ് തുറക്കുന്നു, നോമ്പ് തുടങ്ങുന്നു. അപ്പോൾ ഈ പറയുന്ന തരത്തിലേക്ക് ആ സ്നേഹത്തെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റ വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം കലവറയില്ലാത്ത സ്നേഹമാണ്. ഇതാണ് യേശു പഠിപ്പിച്ചത്. ഇതാണ് ഇന്ന് നമ്മളും പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു ഇവിടെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ മാസങ്ങളിലൊക്കെ എന്തൊക്കെയാണ് ഇവിടെ നടന്നത്. യൂട്യൂബുകളിലൂടെ ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത്, ഉള്ളതോ ഇല്ലാത്തതോ ആയ ഒരുപാട് കഥകൾ വന്ന് ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. ഇവിടെയൊക്കെ സ്നേഹം വറ്റി വരേണ്ട ഒരു വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന മൊബൈല്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കാറുകള്, അതിനേക്കാൾ വലിയ വീടുകള് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ സ്നേഹം വറ്റി വരേണ്ട ഒരു വലിയ ഇപ്പോൾ ഉള്ള ഉണക്കിനേക്കാൾ വലിയ ഉണക്കാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ ലോകത്തിലുള്ളത്. ഞാൻ ഈ ഒരു മെസ്സേജാണ് ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഇന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇതിനപ്പുറത്തേക്ക് നിങ്ങളെല്ലാവരും ഈ വിഷയത്തെ അതിലേറെ മനോഹരമായിട്ട് ചിന്തിക്കാൻ ഇടവന്നു. നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. ഞാൻ ഇതിന്റെ അവസാനം ഒരു ബൈബിൾ മെസ്സേജും വായിച്ചു. പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യത്തിന്റെ പാട്ടുമാണ് പാടിയത്. ഇനി എല്ലാരും കേട്ടിരിക്കുന്ന വേറൊരു വലിയ പാട്ടുണ്ടല്ലോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. നമുക്ക് എന്തെങ്കിലും ക്ലേശം വരുമ്പോൾ, ഇപ്പൊ ഞാൻ രോഗിയായിട്ട് കുറെ കൊല്ലങ്ങളായി, അല്ലെങ്കിൽ നമുക്ക് ചിലതെല്ലാം കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമൊന്നും ഇല്ല, ദൈവത്തിന് നമ്മളെ ഒന്നും ഒരു പരിഗണനയില്ല. അപ്പുറത്തെ വലിയ പുള്ളികളെയൊക്കെയാണ് ഇപ്പോൾ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡേഴ്സിനെയും അതിൻ്റെയൊക്കെ ഗ്രൂപ്പിന്റെ നേതാവിനെയോ മറ്റവരെയോ
ഒക്കെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നിപ്പോകും. അല്ലെങ്കിൽ വലിയ വലിയ സംഭവം പണമാണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർ വിചാരിക്കും നല്ല ആരോഗ്യത്തോടെ ചാടി ഓടി നടക്കുന്നവരെ ആണ് ദൈവം സ്നേഹിക്കുന്നത്. അങ്ങനെയല്ല, ദൈവം മറഞ്ഞിരിക്കുന്നില്ല. ഞാനും നിങ്ങളും സ്റ്റെയർ കേസിൽ തട്ടി വീഴുമ്പോഴും, അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്, സ്റ്റെയർ കേസിൽ തട്ടി വീണ് താഴേക്ക് പോകുമ്പോഴും അപ്പൻ നോക്കിയിരിക്കുന്നു നീ മടങ്ങി വന്നിട്ട് നിന്നെ ആശ്ലേഷിക്കുവാനായിട്ട്. അപ്പൊ ചിലര് ചോദിക്കുന്ന തട്ടി വീഴാൻ നോക്കിയാൽ പറയാം. പക്ഷേ ഇങ്ങനെ ഒരു സ്നേഹമുണ്ടെന്ന് പഠിപ്പിക്കണമെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇത് അനിവാര്യമായേക്കാം. കഴിവേ എന്തോ അതിലേക്ക് പോകുന്നില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പിന് തൊട്ടുള്ള മുമ്പ് ഉള്ള ദിവസം ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറാൻ, ദൈവസ്നേഹം പോലെ നമ്മുടെ സ്നേഹവും മക്കളോട് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നൽകുവാൻ ഇവിടെ ഇരിക്കുന്ന അപ്പന്മാർക്ക്, മറ്റുള്ളവർക്ക്, ലോകത്തിന് മുഴുവൻ സാധിക്കട്ടെ എന്ന് അഡ്വാൻസ് ആയിട്ട് ഇതിന്റെ ഒരു മെസ്സേജ് കൂടി നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി എല്ലാരും മച്ച്. പോയോ? എല്ലാരും പോയായിരുന്നു? ഇല്ല സാർ, എല്ലാവരും ഉണ്ട് സാർ, ഇവിടെ തന്നെയുണ്ട്, ആരും പോയിട്ടില്ല. സാറിനെ ഓക്കെ. കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അവസാനത്തെ സാറിന്റെ കഥയുടെ എന്താണ് ബാക്കി ക്ലൈമാക്സ് അല്ലേ? അവലോകനങ്ങളുടെ ക്ലൈമാക്സോടെ ഒക്കെ കേട്ട് സാറ് പറഞ്ഞതിൽ അത് വളരെ വളരെ എനിക്ക് മിസ് ചെയ്തൊരു പോയിന്റോട് കൂടിയായിരുന്നു. തീർച്ചയായിട്ടും അവിടെ ഫൊർഗീവ്നെസ് ആ പിതാവ് കാണിച്ചത് തീർച്ചയായിട്ടും ഫൊർഗീവ്നെസ് തന്നെയാണ്. ഞാൻ സാറ് ഇവിടെ ഈ ബൈബിളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡയറിയിൽ ഞാൻ ഇപ്പം സാറ് പാടിയ പാട്ട് എഴുതി വെച്ചു എന്നുള്ളതാണ്. കാര്യം എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ട്. ഇത് ടോമിൻ തച്ചങ്കേരി ട്യൂൺ ചെയ്ത പാട്ടാണ് ഇത്. സാറിന് അറിയാമായിരിക്കും. അദ്ദേഹമായിട്ട് എനിക്കൊരു ചെറിയ പരിചയം. അദ്ദേഹത്തിനൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റുഡിയോ മാനേജ് ചെയ്തിരുന്നത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. അപ്പോൾ തച്ചങ്കേരി സാറുമായിട്ടൊക്കെ കാണാനും അദ്ദേഹമായിട്ട് സംസാരിക്കാനും പാട്ടുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് കേൾക്കട്ടെ ഒരു പാട്ട്. ഇല്ല എനിക്ക് ഞാനത് എന്തുകൊണ്ടാ സാറ് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദിയോടെ തീർക്കുവാനായി ജീവിതം പോരാ അല്ലേ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ അല്ലേ, അങ്ങനെയൊക്കെയാണ് ആ പാട്ടോ. എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ ഈ പാട്ട് ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിനൊക്കെ മർക്കോസ് അങ്ങനെയുള്ളവരൊക്കെ പാടുമ്പോൾ സ്ഥിരമായിട്ട് ഈ പാട്ടുകൾക്ക് ഞാൻ സ്റ്റേജിലും പ്ലേ ചെയ്യുക. എനിക്ക് അപാര കമ്പോസിങ് ആണ് ഈ പാട്ടിൻ്റെ. അപ്പോൾ സാറ് ഇതൊക്കെ പാടിയപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ ഈ പറഞ്ഞ പോലെ പറയുമ്പോൾ ഞാനും എൻ്റെ ഡയറിയിൽ എഴുതി, ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അതുപോലെ തന്നെ ഈ പിതാവിൻ്റെ ഫൊർഗീവ്നെസ്, ഇക്കാലത്ത് ഫൊർഗീവ്നെസ് ഉണ്ടെങ്കിൽ തന്നെ പല കാര്യങ്ങളും മാറ്റിവെക്കാമെന്നൊക്കെ നമ്മുടെ പ്രിയ സുധോധരൻ ഡോക്ടറും ഒക്കെ പറഞ്ഞു ഇരുന്നു. അപ്പോൾ അതാണ് എല്ലാവർക്കും ക്ഷമിക്കുവാനും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള ഒരു മനസ്സാണ് വേണ്ടത്. സാറ് പറഞ്ഞ വേറൊരു പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴും നമുക്കാണല്ലോ കംപ്ലൈൻറ്റ്, മറ്റുള്ളവർ നമ്മളോട് ക്ഷമിക്കുന്നില്ല. അപ്പോൾ ആദ്യം സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്ര പേരോട് ക്ഷമിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് സാറ് പറഞ്ഞതിൽ വേറൊരു ഹൈലൈറ്റ്. നമ്മൾ ഇപ്പോഴും പറയാം അവർ നമ്മളോട് അല്ലെങ്കിൽ പറയട്ടെ, ഒരു പക്ഷേ ക്ഷമ പറയട്ടെ, അല്ലെങ്കിൽ അവർ നമ്മളോട് പുറകോട്ടേക്ക് പറയും. നമ്മൾക്ക് എത്ര പേരോട് ഈ ഒരു മനസാന്നിധ്യം കാണിക്കാൻ പറ്റും, നമ്മൾക്ക് എത്ര പേരോട് ക്ഷമിക്കാൻ പറ്റും എന്നുള്ളത് സാറ് പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് ആയിട്ടാണ് എനിക്കും തോന്നിയത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സന്ധ്യയായിരുന്നു. സാർ ഇപ്പോൾ പറഞ്ഞു ഇനിയും വരാൻ പോകുന്ന എന്താണ് നമ്മുടെ ഈസ്റ്ററിൻ്റെയും നോമ്പ് കാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് മനസ്സിനും ശരീരത്തിനും ഒക്കെയും ശുദ്ധിയൊക്കെ വേണ്ട ഒരു സമയത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ച ഒരു ഇൻട്രൊഡക്ഷനും കൂടെ ആയിരുന്നു, ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടി പറയും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ചെയ്യാം. രാജു സാറൊക്കെ ഇല്ലേ? രാജു സാറൊന്നും പറയുന്നില്ല. ശ്രീകുമാരി മാം വന്നേ ഉള്ളൂ. ജോർജ് സാറിനെ കണ്ടില്ല.
ഓക്കെ, അപ്പോൾ ജോഷി സാർ താങ്ക് യു. കുറേ നാളായി സാറ് ക്ലാസ്സുകൾ എടുത്തിട്ട്. അപ്പോൾ അതിന് ഒരു ചേഞ്ചും കൂടെ വരട്ടെ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച സത്യത്തിൽ സാറിന് ക്ലാസ് പറഞ്ഞത് അപ്പോഴാണ് വൈസ് അഡ്മിറലിൻ്റെ ക്ലാസ് നേരത്തെ പറഞ്ഞിരുന്നത്, ഞാൻ പോലും മറന്നു. വളരെ ഞാന് പെട്ടെന്നായി സാറ് ക്ലാസ് കറക്റ്റ് 7 മണിക്ക് ഒരു 5 മിനിറ്റ് ഉള്ളപ്പോൾ പുള്ളി എന്നെ വിളിച്ചു, എന്താ ക്ലാസ്സിൽ വരാതിരുന്നത്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒരാഴ്ച ഒരുപാട് മുമ്പൊക്കെ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറന്നു പോകും, അതാ പറ്റും. ഒരാഴ്ച മുമ്പ് പോസ്റ്റർ പുള്ളി കൊടുത്തു, പക്ഷെ ഞാൻ ഷെഡ്യൂൾ വിട്ടു. മനോജ് സാർ നാളെ ഉണ്ടല്ലോ അല്ലേ? നാളെ ചെയ്യാലോ. നാളെ ചെയ്യാം സാർ, ഒരുപാട് ഞാൻ കാലം പറഞ്ഞ പോലെ കൂടി തന്നെ ചെയ്യാം. ഓമന ടീച്ചർ എന്നാ ടോപ്പിക്കുള്ള ഇലക്ട്രിസിറ്റി സെക്കൻഡ് പാർട്ട് പോലെ ബ്രെയിൻ റോട്ടിന്റെ അതിന് സെക്കൻഡ് പാർട്ടുണ്ടോ? അല്ല, ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബ്രെയിൻ ആ റോട്ടിന്റെ പുറകെ എടുക്കാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത ആഴ്ച നോക്കട്ടെ, വേറെ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ അന്ന് ആഴ്ച വേണ്ടല്ലോ, ഈ സ്ട്രൈക്ക് ആഴ്ച ആവുള്ളൂ വേണ്ട, അല്ലേ? ഈ ആഴ്ച ഇല്ലല്ലോ അല്ലേ? ഈ ആഴ്ച പറ്റുമോ? ഈ ആഴ്ച വേണം ചെയ്യാൻ. ഞാനത് ആദ്യം ചെയ്തു വെച്ചതായിരുന്നു. അപ്പോഴാ പിന്നെ ബ്രെയിൻ ഞാൻ റോട്ടിനൊക്കെ നോക്കട്ടെ. നമ്മുടെ സാധാരണ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ നമ്മുടെ മറ്റേ തന്നെ സനൽ സാർ വരാറുണ്ട്. നമ്മുടെ സനൽ സാറിന് ചോദിച്ചു നോക്കട്ടെ, സനൽ സാറിലേക്ക് എടുക്കുക, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച. ലാസ്റ്റ് ഓമന വീക്ക് ടീച്ചർ ഞാനില്ല. എനിക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തതല്ലേ? അല്ല, ലാസ്റ്റ് വീക്ക് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അല്ല, ഈ അടുത്ത ആഴ്ച ഇല്ലേ? മാസത്തിന്റെ അവസാന ആഴ്ച. അല്ല, ഈ അടുത്ത നെക്സ്റ്റ് വീക്ക് ഉണ്ടോ? അവസാന ആഴ്ച എന്ന് 17 പറയുമ്പോൾ 17 17 ആ 17 17 18 അല്ല 18 അല്ല 19. 19 ഓക്കെ, നോക്കട്ടെ, ഇല്ലെങ്കിൽ എടുക്കാം കേട്ടോ. ഒന്ന് പ്ലാൻ ചെയ്തു റെഡിയാക്കിക്കോ. സാറിന് ചോദിക്കട്ടെ. സാർ ചിലപ്പോൾ ഫ്രീ ആവും, ചിലപ്പോൾ കുഴപ്പമില്ലെങ്കിൽ പുള്ളിക്ക് കൊടുത്തിട്ട് 19 എടുക്കും. ഓക്കെ. നമ്മുടെ ആന്റണി സാർ വരാറുണ്ടോ? ഞാൻ ഓമന ടീച്ചറെ ആന്റണി അയച്ചു സാർ ഉണ്ട്. തന്നത് എനിക്ക് ഏതാ സാറേ? മനോജ് സാർ ഏതാണ്ട് ഓമന പറയുന്നു. ടീച്ചറെ എനിക്ക് അയച്ചു തന്നത് സാർ ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ടോ? അതിനെ പറ്റി മനോജ് സാറിന്റെ ബ്രേക്ക് ആയിപ്പോലെ. ആന്റണി സാർ വരാനുണ്ട് എല്ലാ മാസവും ആദ്യത്തെ ദിവസം ഉള്ളെന്ന് മാത്രം. ഓക്കെ. ആദ്യത്തെ ദിവസം നമ്മൾ മൈൻഡ്ഫുൾനെസ്സും പിന്നെയുള്ളത് ബുക്ക് റിവ്യൂ ആണ് ചെയ്യുന്നത്. കുറേ ആഴ്ചകളായിട്ട് ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നാളെ മനോജ് സാറ്. റോഹിത് സാറേ, ഇടയ്ക്ക് ഒരു ക്ലാസ് ഒക്കെ എടുക്കണമല്ലോ, കുറേ നാളായല്ലോ. നമുക്ക് PCT-യിൽ ഒരു ക്ലാസ് എടുക്കാം. നെറ്റിനൊരു റോഹിത് സാറേ, ഇവിടുത്തെ റോഹിത് സാറേ, PCT-യുടെ ഭാഗമായിട്ടൊരു ക്ലാസ് എടുക്കാം. സാർ ഒന്ന് റെഡിയാക്കൂ. മനോജ് സാർ പറയുന്നത് കേൾക്കുന്നില്ല. റോഹിത് സാർ ഒന്ന് അഡ്മിറ്റ് ചെയ്ത്. എനിക്ക് നെറ്റ് ഞാൻ പറഞ്ഞോട്ടെ. മനോജ് സാറിന് എനിക്ക് കേൾക്കുന്നില്ല സാർ, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. റോഹിത് സാർ പറയും. ഓക്കെ സാർ, ഞാൻ പറയാം. ഓക്കെ PCT-യുടെ തിങ്കളാഴ്ച ദിവസത്തെ ഒരു ദിവസമേ ഒരു ക്ലാസ് നമുക്ക് എടുക്കാം. സാർ ഒന്ന് റെഡിയാക്കി വെച്ചു. ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച എടുക്കാം. അല്ല, ഈ ആഴ്ച വേറെ കേരളത്തിന് അല്ല കോട്ടയത്തിന് പുറത്താണ്. അപ്പം ഈ അടുത്ത ആഴ്ച നമുക്ക്. ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് മൈൻഡ് ചെയ്യാം അല്ലേ യോഷ് സാർ? ഓക്കെ, മനോജ് സാർ എന്തോ പറഞ്ഞു. മനോജ് സാർ പോയി. ഓക്കെ, ഞാൻ വിളിച്ചോളാം, കുഴപ്പമില്ല. ഓക്കെ, സീ ഗുഡ് നൈറ്റ്.